ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ മലപ്പുറത്തേക്ക് പോകാൻ ഇറങ്ങുകയാണ് കേട്ടോ. ഒരു കുഞ്ഞുവാവേനെ കാണാൻ മലപ്പുറം ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നടന്നപ്പോൾ ഒരു ഓട്ടോ കിട്ടി കേട്ടോ. വീട്ടിൽ നിന്ന് മെയിൻ റോഡിലേക്ക് ഒരു 10-15 മിനിറ്റ് നടക്കാനുണ്ട്. അങ്ങനെ മെയിൻ റോഡിലൊക്കെ എത്തി ബസ്സിൽ കയറി കേട്ടോ. ബസ്സിൽ കയറി ഞങ്ങൾ മലപ്പുറം കുന്നുമ്മൽ പോയിട്ട് ബസ് ഇറങ്ങിയേ. എന്നിട്ട് അവിടുന്ന് നടന്ന് ഒരു തുണിക്കടയിൽ കയറിയിട്ട് കുട്ടിക്കൊരു ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് നടക്കുകയാണ്. നല്ല വെയിലായിരുന്നു കേട്ടോ. ഒരു 10-11 മണിക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ സമയം. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോഴാണ് ഡെലിവറി കേസൊക്കെ വേറൊരു ഭാഗത്താണ് ഉള്ളതെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് നടന്നു കേട്ടോ. എന്നിട്ട് അവിടെ റിസപ്ഷനിലെല്ലാം പോയി റൂം നമ്പറൊക്കെ ചോദിച്ചു. അപ്പോൾ 2nd ഫ്ലോറിലാണ് എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ 2nd ഫ്ലോറിലേക്ക് നടന്നു, റൂമിലെത്തി. മിഠായിയൊക്കെ തന്നു കേട്ടോ അവർ. പിന്നെ കുട്ടിയുടെ ഫേസൊന്നും കാണിക്കുന്നില്ല കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളണമെന്നില്ലല്ലോ നമ്മൾ കാണിക്കുന്നത്. കുറച്ച് നേരമൊക്കെ സംസാരിച്ച് കുട്ടിയെയൊക്കെ കണ്ട ശേഷം ഞങ്ങൾ പിന്നെ ബസ് കയറാൻ പിന്നെയും പോയി കേട്ടോ. കണ്ടില്ലേ വെയിൽ. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ മലപ്പുറം കിഴക്കേത്തലയുള്ള ജാംജൂം ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി. അരി വാങ്ങിച്ചു. പിന്നെ കുറച്ച് എണ്ണ, ഓയിൽ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കേട്ടോ. നിലക്കടല കുട്ടികൾക്ക് വറുത്ത് കൊടുക്കാൻ വാങ്ങിച്ചേ, പഞ്ചസാര, പിന്നെ 1 കിലോ ബിരിയാണി റൈസ് വാങ്ങിച്ചു കേട്ടോ. പിന്നെ പച്ചക്കറി സെക്ഷനിലേക്ക് പോയേ. തക്കാളി, ഉള്ളി, വെളുത്തുള്ളി ഇതെല്ലാം വാങ്ങിച്ചു. എന്നിട്ട് പിന്നെ അത് അവിടെ നിന്ന് തന്നെ ബില്ലാക്കി കേട്ടോ. ചായപ്പൊടി വാങ്ങിച്ചു. അപ്പോഴാണ് മോന് ജ്യൂസ് വേണമെന്ന് പറഞ്ഞത്. പിന്നെ പോയി ഒരു ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു. ചോക്ലേറ്റും വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഒരു കൂട് പോപ്കോണിൻ്റെതും വാങ്ങിച്ചേ. അതൊക്കെ വാങ്ങി. കുറച്ച് മാങ്ങ എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ ബില്ലാക്കാൻ വേണ്ടി പോവുകയാണ്. ബില്ലൊക്കെ ആക്കിയ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് എന്നെ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. അപ്പോഴേക്ക് സമയം ഒരു 12:30 ആയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലായിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ പോവുകയാണ്. അങ്ങനെ വീടിൻ്റെ അവിടേക്കുള്ള തിരിയാനുള്ള റോഡെത്തി കേട്ടോ. അങ്ങനെ തിരിഞ്ഞു, വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഈ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കട്ടെ. ടാറ്റാ.